അവനോട് യാചിക്കാവുന്ന സമയത്ത്. സ്തോത്രം, സ്തോത്രം. അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങളോടൊക്കെ ഞാൻ ഓർപ്പിക്കാം, ആരാധനയ്ക്ക് വരുന്നതൊരു സ്ഥിരം ശൈലിയായി മാറാതെ ഇന്ന് പലരിൽ നാം കേട്ടതുപോലെ ഒരു ചരിത്രം മാറുന്നു. അതിനൊരുപാട് പേരൊന്നും വേണ്ട, അതിനൊരുപാട് പേരൊന്നും വേണ്ട. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഞങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ മോൻ അർപ്പിച്ച ഒരു കാര്യം, ഏതോ ഒരു രീതിയിൽ വന്ന ഒരു വിഷയം ഞാൻ രാത്രി കിടന്നപ്പോൾ ഞാൻ ചിന്തിച്ചു. ഇനിയിപ്പോ അടുത്ത മാസം 2-ാം തീയതി നമ്മുടെ ഇലക്ഷൻ റിസൾട്ട് അറിയുന്ന ദിവസം, 2-ാം തീയതി. അപ്പോ ജയിക്കുന്നത് ആരാണ്? ഭൂരിപക്ഷം കിട്ടിയവരാണ് ജയിക്കേണ്ടത്. പക്ഷെ ജയിക്കുന്നത് ഭൂരിപക്ഷം കിട്ടിയവരല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ല? 5000 വോട്ടുണ്ടാക്കി അല്ലെങ്കിൽ 50,000 വോട്ടുണ്ടാക്കി, അതെ 5000 വോട്ടുണ്ടെങ്കിൽ 15,000 വോട്ട് ഒരാൾക്കും, 15,000 വോട്ട് മറ്റൊരാൾക്കും, 20,000 വോട്ട് ഒരാൾക്കും. അപ്പൊ ആനയിച്ചു 20,000. പക്ഷെ ഭൂരിപക്ഷം അതാണ്. മറ്റേ 15-30 കത്തില്ല. അപ്പൊ ഭൂരിപക്ഷം കിട്ടിയതുകൊണ്ടല്ല ജയിച്ചത്. 30 പേര് പറഞ്ഞു വേണ്ടെന്ന്, 20 പേര് പറഞ്ഞു വേണമെന്ന്. അങ്ങനെ തന്നെ ശരിയാണല്ലേ? ശരി, നമ്മൾ ഇപ്പോഴാണ് ശരി. സ്തോത്രം. അവിടെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് എത്ര പേർ മത്സരിച്ചോ അതിൽ കൂടുതൽ വോട്ട് കിട്ടിയാണ് ജയിച്ചു. സ്തോത്രം. അതുകൊണ്ട് തന്നെ നമുക്കും ഉറപ്പോടെ വിശ്വസിക്കാം, വലിയ ഭൂരിപക്ഷം ഉള്ളത് കൊണ്ടൊന്നും അല്ല നമ്മൾ ജയിച്ചത്. തമ്പുരാൻ പറഞ്ഞു, ഇങ്ങനൊരു സിസ്റ്റം ഉണ്ട്, അതുകൊണ്ട് നിങ്ങളെ ഞാൻ ജയിപ്പിച്ചിരിക്കുന്നു. സ്തോത്രം. ഇന്ന് പകലിൽ പ്രാർത്ഥിക്കുന്ന ദൈവജനം, ദൈവത്തോട് യാചിക്കുന്ന ദൈവജനം, നിങ്ങളുടെ ദൈവം വെറുതെ കൊണ്ടുവരില്ല. സത്യമാണ്. ഇന്ന് രാവിലെ പലരും എന്നെ വിളിച്ച് സ്തോത്രം വരുന്നില്ല എന്ന് പറയുമ്പോഴും പാചകം ഗംഭീരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഓരോരുത്തരും വിളിച്ച് പറയുന്നത് വരുന്നില്ല, വരാൻ പറ്റത്തില്ല, സോറി പക്ഷേ ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ അത് നമ്മുടെ സഹോദരനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചത്, പറഞ്ഞത്, പ്രാർത്ഥിക്കാനായിട്ട് വ്യക്തിപരം ഇരുന്ന് പ്രാർത്ഥിച്ചതല്ല, ദൈവത്തോട് പറഞ്ഞത്, കർത്താവേ ഈ മീറ്റിങ്ങിന് പുതിയതായിട്ട് ഇതുവരെയ്ക്ക് നമ്മുടെ മീറ്റിങ്ങിന് വരാത്ത ഒരാളെ കൊണ്ടുവരുവാണെങ്കിൽ ഈ മീറ്റിംഗ് അവർക്ക് വേണ്ടിയാണ്. ഇപ്പൊ ഒരാളല്ല 3 പേരെ കൊണ്ടുവരും. നിങ്ങളെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വിടുതൽ ഉറപ്പാണ്. വളരെ ദൂരെ ഉദയകുളങ്ങര ഭാഗത്ത് താമസിക്കുന്ന പ്രിയ സഹോദരി, അവര് ചാറ്റനക്കോട്ടാണ്. അവരിന്ന് പകൽക്കാലത്ത് അവരുടെ ഭവനത്തിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ചില ആളുകൾക്ക് പോകാനായിട്ട് ഭാഗ്യമൊരുക്കി. പ്രാർത്ഥിക്കുന്ന ഞങ്ങളുടെ പ്രാർത്ഥന വലയത്തിലുള്ള ഫാമിലിയാണ് അവരെ ഓർത്ത് സ്തോത്രം ചെയ്തു. അതുപോലെ തന്നെ മത്സ്യ സഹോദരി കുഞ്ഞും മോളും ഇന്ന് പലരുണ്ട്, അവരെ ഓർത്ത് സ്തോത്രം ചെയ്തു. ദൈവത്തിന്റെ ദാസന്മാർ ഇന്ന് പലരും വചനം കാത്തിക്കുമായിരുന്നു. സ്തോത്രം. ഞാൻ അടുത്ത പ്രാവശ്യം ചേറാക്കാൻ വേണ്ട നിങ്ങൾ നല്ലൊരു പിടിഞ്ഞൊക്കെ ഇരിക്കാൻ കാണുമ്പോൾ ഒരു വിഷമം പോലെ ഉണ്ടായിരിക്കും. ഓക്കെ, കർത്താവസാനാക്കിട്ടെ. അപ്പൊ നമ്മള് പ്രാരംഭത്തിൽ കർത്താവിന്റെ സങ്കീർത്തനത്തിലൂടെ പറഞ്ഞു. നമുക്ക് നമ്മുടെ മീറ്റിംഗ് 1:30 മുമ്പ് ക്ലോസ് ചെയ്യും, 1:30 മുമ്പ് തീരും. അതുവരെ ശാന്തമായിരിക്കുക. അതിനുശേഷം ഉള്ള ക്രമീകരണം കഴിഞ്ഞ് നമുക്ക് ഉടനെ ക്രിയേറ്റ് ചെയ്യാം. സ്തോത്രം. ഇതിന് അധ്വാനിച്ച സ്വന്തം സാമ്പത്തികമായി സഹകരിച്ച മറ്റു ക്രമീകരണങ്ങൾ ചെയ്തവരാരും ആള് കുറവെന്ന് വിചാരിച്ച് ബുദ്ധിമുട്ടേണ്ട. ഒന്ന്
ഒന്നും ചിന്തിച്ച് ഭാരപ്പെടണ്ട. സ്തോത്രം. ഞാൻ പറഞ്ഞതല്ല, കർത്താവ് ഞാൻ നിങ്ങളുടെ കൂടെ ഇല്ലേ. സ്തോത്രം. ഇവിടെ കർത്താവിന്റെ ദാസന്റെ ഒരു വാക്യം, അത് നിത്യശൂന്യങ്ങളിൽ നിന്റെ കാലടി വെക്കണം. എവിടെ വെക്കണം? ഒന്നുകൂടെ പറഞ്ഞേ. എന്താണ് ഈ നിത്യശൂന്യത? ശൂന്യത അറിയാമോ? അറിയാമോ സമയ? ശൂന്യത അറിയാമോ? അറിയാം. പിന്നെന്താ ഈ നിത്യശൂന്യത? അറിയാമോ തന്നെ? ശൂന്യതയ്ക്ക് അറുതിയില്ല. നമുക്കറിയാം, വിശുദ്ധ വേദപുസ്തകത്തിൽ നിത്യനരകമുണ്ട് അല്ലെ? നിത്യ നരകം, നിത്യ സ്വർഗം എന്ന് വെച്ചാൽ അറുതികളില്ല. അറുതികളില്ല. ഇവിടെ നമ്മൾ കേട്ടതും അങ്ങനെ തന്നെ. നിത്യ ശൂന്യത, അർത്ഥം ശൂന്യതയ്ക്ക് അവസാനമില്ല. അവസാനമില്ലാത്ത ശൂന്യതയിൽ ഒരുവന്റെ കാഴ്ചവരുന്ന പലകാലം വെച്ചാൽ ഈ പ്രസംഗിച്ച പാസ്റ്റർ കേട്ട നമ്മുടെ എത്രയോ അവസരങ്ങളിൽ അവൻ ഈ ശൂന്യതയിൽ കാലുവെച്ചതറിയാം. അന്നേ 6 അടി മണ്ണിനകത്ത് അമർന്നു പോകേണ്ട നമ്മളെ, ഏതോ അപകടത്തിൽ തീർന്നു പോകേണ്ട നമ്മളെ, വഴിക്ക് വെച്ച് ശൂന്യമാകേണ്ട നമ്മൾ ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് പിശാച് വെല്ലുവിളിച്ച ഇടത്ത് കരത്തിന്റെ വല്ലഭത്വം നീട്ടിയത് അവൻ കാലുവെച്ചത്. സ്തോത്രം. ഞാൻ ഈ ദൂതുകൾ കേട്ടപ്പോൾ, ഈ 2 ദൂതുകളും കേട്ടപ്പോൾ ഞാനിരുന്ന് ചിന്തിച്ചത്, സ്തോത്രം, എത്രയോ തവണ അവൻ ഈ ശൂന്യതയിൽ കാൽവെച്ചു. ഇന്നലെ നടന്നൊരു ചെറിയ ശൂന്യത പറയാം. നമ്മളെ കിണറ്റിൽ വെള്ളം തീർന്നു. കർത്താവ് പറഞ്ഞു, തീരാറാകുമ്പോഴാണ് ഉണ്ടാവുന്നത്. ഉച്ച കഴിയുമ്പോൾ ഒരു മഴ. സ്തോത്രം. അത് നിസ്സാരമല്ല. പക്ഷെ എന്റെ സഹോദരങ്ങള് അവിടെ നിന്നൊന്നും വൈകുന്നവർക്ക് വെള്ളം കൊണ്ടുവരും, വെള്ളം കൊണ്ടുവന്ന് കാര്യം നിർത്തും. അത് സത്യമാണ്. പക്ഷെ സ്വർഗം പറഞ്ഞു, എനിക്ക് കാര്യം വെക്കാൻ കഴിയും. ഇന്ന് പകലിൽ സ്തോത്രം നടക്കത്തില്ലെന്ന്, നടക്കൂലെന്ന് പറഞ്ഞില്ലേ? ഈ കർത്താവ് കാല് വെക്കുന്ന സ്ഥലം, കാല് വെക്കുന്ന സാഹചര്യം കൂടെ അറിയുമ്പോഴാണ് നമുക്ക് കർത്താവ് എപ്പോഴും സ്തോത്രം പറയുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ കർത്താവ് ദാസൻ പറഞ്ഞ ഭാഗം തന്നെ സ്തോത്രം. അത് ഞാൻ എടുത്തപ്പോ ഇതിന്റെ 11-ാം അധ്യായം 6-7 വാക്യം വായിച്ചു. മുമ്പൊരിക്കലും ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഉണ്ടാകാത്തതുമായ വലിയൊരു നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേലിയർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതില്ല. ഇസ്രായേൽ മക്കളിൽ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ ഒരു നായി പോലും വായടക്കുകയില്ല. എവിടെ അവൻ കാല് വെച്ചാൽ അറിയണ്ടേ?
ഇരിക്കുന്ന ഇടം മിശ്രമാണ്. അധികാരമൊന്നുമില്ല അവർക്ക്. അതിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, ഇന്ന് രാത്രി ഞാൻ ഇസ്രായേലിന്റെ നടുവിലൂടെ കടന്നു. വായിച്ചതാ ശൂന്യതയിൽ ഞാൻ കടന്നു. അപ്പോൾ സിംഹാസനത്തിലിരിക്കുന്ന ഫറവോന്റെ ആദ്യജാതൻ മുതൽ തിരികലിരിക്കുന്ന ദാസിയുടെ ആദ്യജാതൻ വരെയും മിസ്രയീം ദേശത്തുള്ള കടിഞ്ഞൂലൊക്കെയും മൃഗങ്ങളുടെ എല്ലാ കടിഞ്ഞൂലും ചത്തുപോകും. മിസ്രയീമിലെ രാജാവിന്റെ വീട് മുതൽ ദാസി തിരികളിൽ പൊടിക്കുന്ന ദാസിയുടെ വീട് വരെയുള്ള ആദ്യജാതന്മാർ, സകല മൃഗങ്ങളും സകല പക്ഷികളും ഇഴജാതികളുടെയും ആദ്യജാതങ്ങളും ചത്തുപോകുന്നത് എന്തുകൊണ്ടെന്നറിയാമോ? ഞാൻ നടക്കുന്നത്. ശ്രദ്ധിക്കൂ. അപ്പൊ ഞാൻ നടക്കുമ്പോൾ മിസ്രയീമിൽ ഒരു വലിയ സംഹാരം അത് മിസ്രയീം ദേശത്ത് എങ്ങും മുമ്പൊരിക്കലും ഉണ്ടാകാത്തതുമായ വലിയ നിലവിളി ഉണ്ടാകും. എന്നാൽ യഹോവ മിസ്രയീമ്യർക്കും ഇസ്രായേല്യർക്കും മധ്യേ വ്യത്യാസം വയ്ക്കുന്നു. അവൻ കാല് വെക്കുന്നത് നിന്റെ വിടുതലിന് മാത്രമല്ല, നിനക്കെതിരായി നിന്നവന്റെ നാശത്തിനും കൂടെ. യേശുവിന്റെ നാമത്തിൽ ഈ പലരും അത് ശരീരങ്ങളെ ഒരുപോലെ കുലടിപ്പിക്കുന്ന അന്ധകാര ശക്തി ഇപ്പോൾ കിട്ടുവാണ്. ഇസ്രായേൽ മക്കൾക്ക് വിടുതൽ ഉണ്ടായത് മാത്രമല്ലെന്ന് എത്ര നാളായി ഒന്ന് സന്തോഷിക്കാൻ നമുക്ക് കഴിയാതെ ആളുകളുടെ മുമ്പിൽ ചിരിച്ചും പാടി നിൽക്കുമ്പോഴും അകത്തളം നീറി കരയുമ്പോൾ കർത്താവ് എന്തെന്റെ പ്രാർത്ഥന കേൾക്കുമെന്ന് ചോദിക്കുന്ന നിന്റെ നിശകയായ ചോദ്യത്തിന് ഇന്ന് രാത്രി സ്വന്തം ഇന്ന് പകലിൽ ഉത്തരം തരുന്നത് അവൻ നിന്റെ വെറുതെ വിടില്ല, അവൻ നിന്റെ ശൂന്യമായി വിടില്ല. നിന്റെ മേൽ ശത്രു എത്ര ആരവാരം നടത്തിയാലും അവനെ പരിപ്പണമാക്കിക്കൊണ്ട് നിന്റെ മേൽ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നത് ദൈവമാണ്. അതിനോട് ചേർന്ന് ഞാൻ ഒന്നുകൂടെ പറയാം. നമ്മുടെ പലരുടെയും ശൂന്യതയിൽ അവൻ പെട്ടെന്ന് കാല് വെക്കാത്ത കാര്യം എന്താ പറയാമോ? അവനൊരു പക്ഷെ കാല് വെച്ച് കഴിഞ്ഞാൽ നിനക്കെതിരായി ചലിച്ചവൻ നിലത്ത് വീഴും. നിനക്കെതിരായി വിരൽ ചൂണ്ടിയില്ലേ? നീ അറിയാത്തത് നാട് മുഴുവൻ പറഞ്ഞു പറ്റിയില്ലേ? നിന്നെ ഒതുക്കിക്കൂട്ടിയെ രക്ഷപ്പെടുത്തുമെന്ന് പറഞ്ഞില്ലേ? അവനെ നശിപ്പിക്കാൻ കഴിയുന്ന പവറുള്ളവന്റെ കാല് ദേശം എന്താ നിന്റെ കുടുംബത്തിനകത്ത് അവൻ കാല് കൊള്ളാത്തത്? എന്താ നിന്റെ ബിസിനസ്സിനകത്ത് അവൻ കാല് കൊള്ളാത്തത്? ശത്രുവിനെ ഉൾമൂല നാശം വരുത്തുവാൻ അവന് കഴിവില്ല. ദൈവത്തിന് വേണ്ടത് ഇവിടെ ദൈവദാസൻ പറഞ്ഞു, നിന്റെ ഒരുക്കം. ഞാൻ പറയാം, എന്റെ മനസ്സിന്റെ കൂടപ്പുറപ്പുള്ള സഹോദരന്മാരോട് പറയാം, ഈ സെക്കൻഡ് സാറ്റർഡേ എന്ന ദിവസം നിങ്ങൾ പലരും മാറ്റിവെച്ച് ആരാധനയ്ക്ക് കൂടുന്നു, പ്രാർത്ഥനയ്ക്ക് കൂടുന്നു. നിങ്ങളാൽ കഴിയാവുന്നതെല്ലാം നിങ്ങൾ ചെയ്യുന്നു. വെറുതെ ആ ഭാഗത്ത് വളരെ ശ്രദ്ധിക്കണം.
നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും ഉണ്ടാക്കി, അത് ഭർത്താവോ മക്കളോ ഭാര്യയോ ഉടപ്പുറപ്പോ ആരെങ്കിലും ഉണ്ടാക്കി, അവരെ ഈ ആരാധനയ്ക്ക് കൂട്ടാൻ നിങ്ങൾ ശ്രമിച്ചോ? അതോ അവിടുത്തെ ചാപ്പാടൊക്കെ ഉണ്ടാക്കി നിങ്ങൾ പോയിട്ട് വാ, ഞാനിവിടെ ഉണ്ട്, ആരാധനയൊക്കെ കഴിഞ്ഞ് തൃപ്തിയോടെ വന്നിരിക്കാം എന്ന് പറഞ്ഞതാണോ? ആരൊക്കെ പുതിയ വീട്ടിൽ വിട്ടിട്ടുണ്ട് പിള്ളേരെ ഉൾപ്പെടെ ചാപ്പാട് കൊടുത്തിട്ടേക്ക് നീ തിന്ന് പഠിച്ച് പണിത് എല്ലാം കഴിഞ്ഞിട്ട് വാ, ഇവിടെ ദൈവമക്കളെ ആരാധിച്ച് വിടുതലെടുക്കുക. സ്തോത്രം. നീ പിന്നെ വിടുതലിന് വേണ്ടി കണ്ണിന്റെ പ്രാർത്ഥിക്കുന്നത് ഒരർത്ഥമില്ല പറ്റില്ല, മറിച്ച് ഒരു സാഷ്ടാംഗ സമർപ്പണം ഉണ്ടാക്കി. സ്തോത്രം. സ്വന്തം പറയുന്നത് ഒരു വ്യത്യാസമാണ്. നിങ്ങൾക്ക് ഒരു വ്യത്യാസം തരണം. ഈ വ്യത്യാസം തരുമ്പോൾ സ്തോത്രം ശ്രദ്ധിക്കണം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഭാഗം 6ാമത്തെ വാക്യം. വ്യത്യാസം വെക്കുന്നു എന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഇസ്രായേൽ മക്കൾ യാതൊരു മനുഷ്യന്റെയോ മൃഗത്തിന്റെയോ നേരെ ഒരു നായ് പോലും നാവനക്കുകയില്ല. നിനക്കെതിരായി വരും ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം തന്റെ ദാസരിൽ നീതി അവൻ. ഈ പകലിൽ ഇവിടെ പ്രാർത്ഥനയ്ക്ക് വന്നവരോട് ഞാൻ പറയാം, സ്തോത്രം, നീ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് ദൈവസന്നിധിയിൽ കരഞ്ഞും ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും ഇരുന്ന് ദൈവത്തിന്റെ വാഗ്ദത്തത്തിന് വേണ്ടി കാത്തിരുന്നാൽ സ്വർഗം വിളിച്ചു പറയുന്നു, ഒരു നായ് നിനക്ക് നീ ചെയ്തതും ചെയ്യാത്തതുമായതൊക്കെ പറഞ്ഞു പരത്തി നിന്റെ കൂടപ്പറപ്പുകളോ വേണ്ടപ്പെട്ടവരോ സഹോദരവർഗങ്ങളോ നിന്നെ ഇടിച്ച് താഴ്ത്താൻ എവിടെയെങ്കിലും ശ്രമിച്ചെങ്കിൽ ഇന്ന് പകലിൽ സ്വർഗം വിളിച്ചു പറയുന്നു, ഞാൻ ഓർഡർ കൊടുക്കാൻ പോവുകയാ, ഞാൻ ഓർഡർ കൊടുക്കാൻ പോവുകയാ. നമുക്കറിയാം യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ വായിച്ചു. എന്നാൽ മറിയം കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിൽ കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. 1-ാം വാക്യം. ആഴ്ചവട്ടത്തിൽ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വാതിൽക്കൽ നിന്നു കല്ലു നീങ്ങിയിരിക്കുന്നത് കണ്ടു. അവൻ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കേണ്ടതാകുന്നു എന്നുള്ള തിരുവെഴുത്ത് അവർ അതുവരെ അറിഞ്ഞില്ല. അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ഒരു സ്ത്രീ യേശുവിന്റെ കല്ലറയ്ക്കൽ ഓടിച്ചു. ഓടാൻ പറ്റിയ സാഹചര്യത്തിലല്ല മക്കളെ ഓടി. ആര് കണ്ടാലും അപമാനിക്കുന്ന ഒരു സാഹചര്യമാണ്. ഭ്രാന്തി എന്ന് പറയും. ചിലപ്പോഴൊക്കെ നമ്മുടെ നാട്ടുകാരും നമ്മുടെ വീട്ടിലുള്ളവരും വിളിക്കും, അല്ലെ ഭ്രാന്തി, നിനക്ക് വട്ടം ചോദിക്കും, അല്ലേ നീ പാടുന്നത് കേൾക്കുമ്പോൾ, പ്രാർത്ഥിക്കുന്നത് കേൾക്കുമ്പോൾ, നീ വചനം പറയുന്നത് കേൾക്കുമ്പോൾ അങ്ങനെ ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നീ പേടിക്കണം. അവൾ ഓടിച്ചെന്ന് നോക്കി, യേശുവിനെ കണ്ടവയ്ക്കൽ കണ്ടില്ല. യേശുവിനെ കല്ലറയ്ക്കൽ ആ വിവരം അവൾ ഓടിച്ചെന്ന് ശിഷ്യന്മാർ വായിക്കുന്നറിയാം, വായിക്കണ്ട, അവൻ ഓടി കല്ലറയ്ക്കൽ. 2 ശിഷ്യന്മാർ വന്ന് കല്ലറയ്ക്കാതെ നോക്കിയപ്പോ അല്ല, യേശു ഇല്ല. അങ്ങനെ അവർ വീട്ടിലേക്ക് മടങ്ങി. മറിയ കല്ലറയ്ക്കൽ കരയുന്നതിനിടയിൽ ഇന്നലെ വരെ, അതായത്
പറ്റാറുണ്ട്. അവർക്കെന്ന് പറയുമ്പോ എന്റെ ബാങ്ക് ബാലൻസ് ചിലപ്പോ 120 രൂപ 140 രൂപ ഒക്കെ ആയിരിക്കും. അതാണ് കൂടുതൽ സമയമായിട്ട്. എന്നുവെച്ചാൽ വേറെ പൈസ ഇല്ലാത്തതുകൊണ്ടല്ല, പൈസ ഇഷ്ടപ്പെടും. അപ്പൊ ഇതിത്ര ബാങ്ക് കാണും. അവർക്ക് ഒരു രക്ഷയില്ല, വിഷമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഇരിക്കുമ്പോ പെട്ടെന്ന് മൊബൈൽ മെസ്സേജ് നോക്കുമ്പോൾ 5000 രൂപ ഡിപ്പോസിറ്റ്. മക്കൾക്കതല്ല, 1000 രൂപ, ചിലർക്ക് 1000 രൂപ ഡിപ്പോസിറ്റ്. ഈ കഴിഞ്ഞ 2500 രൂപ ഡിപ്പോസിറ്റ്. എവിടത്തെ മലയാളം ഇംഗ്ലീഷ് മാത്രം പുള്ളി മലയാളം എനിക്കറിയാവുന്ന പുള്ളി ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിക്കും. എന്താ പറയാ, ഹലോ ഹലോ എന്നല്ലാതെ വേറെ ഒരു കാര്യം. ഗുജറാത്തിലാണ് ഇല്ലേ, ഗുജറാത്തിലാണ് ശൂന്യത്തിലാണ് ബലഹീനനാകും എന്നെ താങ്ങും നല്ല മാതിരി. പകരം ശൂന്യതയിൽ ദൈവം കാല് വെക്കണമെങ്കിൽ ഈ ശൂന്യത അല്ലാത്ത സമയത്തൊക്കെ വാരി നിറണം. അല്ലാതെ എല്ലാം തീർത്തു വെച്ചോണ്ട് എന്ത് നിശ്ചയമേ ദൈവത്തിന് സ്നേഹം വന്നവങ്ങിട്ട് പറഞ്ഞാൽ ഒന്നും വരില്ല. ശൂന്യതയിൽ കാല് വെക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അവൻ ശൂന്യതയിൽ കണ്ടുണർന്ന് ഇന്ന് ഞാൻ പകൽ കേൾക്കണം. യേശുവിനെ നോക്കിയപ്പോൾ ആ കല്ലറക്കൽ കണ്ടില്ല. അവൾ കരയാൻ തുടങ്ങി. അവൾ കരയാൻ തുടങ്ങി. കരയുന്നവരോർത്തോ, അതാ നീ ശൂന്യമെന്ന് പറഞ്ഞെടുത്ത് 2 ദൂതന്മാർ പൊന്തി വരാൻ പോവുകയാ. നിനക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ, നിന്റെ ആരോഗ്യത്തിന് ഹെൽപ്പ് ചെയ്യാൻ, നിന്റെ മാനസികാവസ്ഥയ്ക്ക് ഹെൽപ്പ് ചെയ്യാൻ, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി ഹെൽപ്പ് ചെയ്യാൻ ഇല്ലെന്ന് പറഞ്ഞ ഇയത്ത്. എന്റെ ജോലി സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യുന്നു? ആഗ്രഹിക്കുന്ന ശമ്പളത്തിലല്ല ഞാൻ ജോലി ചെയ്യുന്നത്. ആഗ്രഹിക്കുന്ന ജോലിയല്ല ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹിക്കുന്നത് പോലല്ല എന്റെ ഭവനത്തിന്റെ പണി നടക്കുന്നത്. ആഗ്രഹിക്കുന്നത് പോലല്ല എന്റെ കുടുംബനാഥന്റെ ജീവിതം. ആഗ്രഹിക്കുന്നത് പോലല്ല എന്റെ മക്കൾ സഞ്ചരിക്കുന്നത്. ആഗ്രഹിക്കുന്നത് പോലല്ല എന്റെ സാമ്പത്തിക ഭദ്രത. ആഗ്രഹിക്കുന്നത് പോലല്ല എനിക്കൊരു ജോലിയുടെ വിഷയം. ആഗ്രഹിക്കുന്നത് പോലല്ല എന്റെ ജീവിതത്തിന്റെ ശൂന്യത. ശരിയാ, ഇന്ന് പകരം ഒന്ന് കാണും. ആ ശൂന്യത കുറെ കാലം കൊണ്ട് നീ കണ്ടതല്ലേ? ഒന്നുകൂടെ കരഞ്ഞിട്ടൊന്ന് കുനിഞ്ഞു നോക്കാമോ? ഒന്നുകൂടെ ഘടകം സമതിയ ഇന്ന് പകരം നിന്റെ ഹെൽപ്പ് ചെയ്യാൻ 2 ദൂതന്മാരെ സ്വന്തം അയക്കാൻ ഇന്ന് പകരം താല്പര്യമുണ്ട്. നിന്റെ കുടുംബത്തിൽ തലമുറയ്ക്ക് മുന്നിൽ എത്രയോ പ്രാവശ്യം കാലിയായെന്ന് ചിന്തിച്ച്, 1 രൂപ പോലും കയ്യിലില്ലെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്ന സമയത്ത് അവൻ നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി കരുതുന്ന ദൈവമല്ലേ? ഇത് നിങ്ങൾക്കറിയാം. യേശുവിന്റെ ശിഷ്യന്മാർ യേശുവിന്റെ ഉയർപ്പിന് ശേഷം അവർ മീൻ പിടിക്കാൻ വേണ്ടി പോയി. യേശു അതുവഴി വന്നു, അല്ലെങ്കിൽ അവരുടെ മുമ്പിൽ പ്രത്യക്ഷനായി. അവരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതും ഉണ്ടോ? മറുപടി ഇല്ല എന്ന് മാത്രം. മറുപടി ഇല്ലെന്ന് മാത്രം. സ്തോത്രം. വീണ്ടെടുക്കപ്പെട്ടവൻ, ഭൂമിയെ മുഴുവൻ ചമച്ചവൻ, ഭൂമിയെ ഉണ്ടാക്കിയവന്റെ മുമ്പിൽ നീ ഇല്ലെന്ന് പറഞ്ഞ അത് സത്യമാണെന്ന് ദൈവത്തിന് ബോധ്യമായ അവിടെ ഉണ്ടാക്കാൻ അവർ കഴിയും. പക്ഷെ നീ ഇല്ലെന്ന് പറയുന്നത് സത്യമായിരിക്കും. സ്തോത്രം. നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പണമടയ്ക്കാൻ പറ്റുന്ന ആളല്ലെന്ന് ദൈവം.
പക്ഷെ തമ്പുരാൻ അങ്ങനെ വിശ്വസിപ്പിക്കാൻ നടക്കരുത്. സ്തോത്രം സ്തോത്രം. പകലിൽ നീ ദൈവസഭയ്ക്കകത്തിരിക്കുമ്പോൾ നിന്റെ ഉള്ളറയിൽ ഇന്ന് പകൽ കത്തണം. ഇതാ ഞാൻ പ്രതീക്ഷിക്കുന്ന ശൂന്യതയിൽ ഒരു തീയിറങ്ങി വരാൻ പോവുകയാണ്. ഇവിടെ ഭക്തി സമർപ്പിച്ചല്ലോ മോശ കടൊരു കാഴ്ച. മുൾപ്പടർപ്പ് കത്തുന്നു, മുള്ള് വെന്തുപോകുന്നില്ല. അതിന്റെ കാരണം കൂടെ പറയുന്നുണ്ട്. മോശയോട് തമ്പുരാൻ പറഞ്ഞു, സ്തോത്രം, ഇങ്ങോട്ട് അടുക്കരുത്, ഞാൻ നിൽക്കുന്ന സ്ഥലം വിശുദ്ധമാണ്. കൂടെ പുള്ളിക്കൊരു താക്കീത് കൊടുക്കും, ചെരിപ്പൂരി മാറ്റി. വെളിപ്പാടോ ദർശനമോ ഒറിജിനാലിറ്റി ആയിട്ട് കാണണമെങ്കിൽ ചെരിപ്പൂരി മാറ്റി പറ്റും. നമ്മള് ഫറവോന്റെ കൊട്ടാരത്തിൽ ആഴ്ച മിന്നി നടന്ന ചെരുപ്പുമായിട്ട് തമ്പുരാന്റെ അടുത്തോട്ട് പോയാ കാണുന്നത് പലതും കാണും, ചെയ്യുന്നത് കർത്താവിന് വേണ്ടി പലതും ചെയ്യാൻ പറ്റും, കൊടുക്കുന്നത് പലതും കൊടുക്കാൻ പറ്റും, പക്ഷെ അടുക്കാൻ പറ്റൂല. ഞാൻ ചിലപ്പോ പറയും, വിരോധാഭാസമുള്ള ഒരു പ്രസ്താവനയാണ് പ്രസ്താവിച്ചത്. മുള്ളു വന്നു പോകുന്നില്ല, ചെരുപ്പിടൻ. കർത്താവ് മോശ കർത്താവിനോട് ചോദിക്കുന്ന ചോദ്യം, കർത്താവ് ഇതെത്തുവാ, ഒന്നുകിൽ മുള്ളു വന്നു പോകാൻ പറ, എങ്കിൽ ചെരുപ്പ് വേണ്ട. അതിന്റെ നമ്മുടെ മുള്ളു വന്നു പോകാത്തത്. അപ്പൊ കർത്താവ് എന്തോ ഇത് ചെരുപ്പിടാൻ അത് പറ്റില്ല. വിശ്വാസ ജീവിത പടകിൽ ഞാൻ സിയോൻ നഗരിയിൽ പോകുന്നു, ഞാൻ വിശ്വാസനായകൻ യേശുവെ നോക്കി വിശ്രമദേശത്ത്. നമ്മുടെ മുമ്പിൽ നടന്നവരാരും ഈ ചെരുപ്പിട്ടിട്ടില്ല. സുഖകരമായ ആരും ഈ യാത്ര ചെയ്തിട്ടില്ല. കരഞ്ഞ് കരഞ്ഞ് കണ്ണൽ കലങ്ങി യാത്ര ചെയ്തിട്ടുള്ളവർ മാത്രമേ ആ വിശ്രമ സ്ഥലത്ത് എത്തിയിട്ടുള്ളൂ. കുഞ്ഞുങ്ങളെ, ഇന്ന് പകലിൽ കർത്താവിന് വേണ്ടി നിലകൊള്ളാൻ നീ ആഗ്രഹിക്കുന്നെങ്കിൽ ചിലത് ഊരി മാറ്റാൻ, ചിലത് എടുത്തു കളയാൻ, ചിലത് വേണ്ടെന്ന് വെക്കാൻ നീ തയ്യാറാകുമ്പോഴേ ഉടയവന്റെ പ്രവൃത്തി ആരംഭിക്കുന്നത്. ഇല്ല. സ്തോത്രം. ഹലോ ഹലോ, എന്തോ ഇല്ല. എവിടെ നിൽക്കുന്നേ? കടലിൽ. എല്ലാം ഉള്ളിടത്ത് ഒന്നോട് പറയുവാണ്, ഇല്ല ഇല്ല ഇല്ല. ഞാൻ പറയുമല്ലോ, അതുകൊണ്ട് തന്നെ ഭക്തൻ നമുക്ക് വേണ്ടി പാടി, ഇല്ല ഇല്ല ഒരിക്കലും ഇല്ല. ബുദ്ധിമുട്ട്, അവിടെ അടി ഇവിടെ അടി, സന്തോഷിക്കുന്ന ഒരു പദം പോലും പറയുന്നില്ല. ഈ പ്രതിസന്ധിയുടെ നാളിൽ ഞാൻ ലോൺ കിട്ടി പാസ്റ്റർ, അത് പറയില്ല. ഈ പ്രതികൂലം ഇരുന്നപ്പോഴാണ് ആ പെൻഷൻ പൈസ കിട്ടിയത്, പറയില്ല. ഇങ്ങനെ ഞാൻ എന്ത് ചെയ്യുമെന്ന് ചിന്തിച്ച് ആളുകൾ വന്നെ തല്ലിക്കൊല്ലുമെന്ന് ചിന്തിച്ചിരുന്നപ്പോ കാണാം തൊഴിലുറപ്പിന്റെ പൈസ. പിന്നെ പറയുന്നതാ, എല്ലാവരും അത് സത്യമാ, പക്ഷെ ഇതിനിടയിൽ ദൈവം ചെയ്ത നന്മ കൂടെ പറയും. സ്തോത്രം. അതെന്താ നമ്മുടെ നാവിൽ വരാത്തത്? നിങ്ങൾ നമ്മളെ ഞാൻ സ്തോത്രം കഴിഞ്ഞ ദിവസം ചിന്തിച്ചു, നമ്മൾ ഈ പ്രസംഗിക്കാനോ അതുപോലെ സാക്ഷി പറയാനോ നമ്മൾ മറ്റുള്ളവരോട് നല്ല കാര്യം പറയാനോ വരുമ്പോൾ എല്ലാ വീടുകളിലും ഒരു നിലക്കടലായിട്ട് വച്ചിരിക്കണം. എന്നിട്ട് അതിന്റെ മുമ്പ് നിന്നൊരു പറഞ്ഞിട്ട് പറയാം, ഞാൻ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ നമ്മുടെ മുഖ ഷേപ്പ് നമുക്ക് മനസ്സിലാവും. എന്നിട്ട് നമ്മൾ തന്നെ പറയും, ഇല്ല എല്ലാം ഉണ്ട്, അപ്പോഴും ഇങ്ങനെ പ്രകാശം വന്നുകൊണ്ടേ. പണ്ടൊരു ട്രാക്ടർ തമ്പിയുടെ അതെന്തോ ഒരു സാധനം വാസ്തവത്തിൽ അത് ചിന്തിക്കണം. അല്ലാതെ സംഘാണ്ടാവുന്ന സാധനമില്ല, പക്ഷെ അത് ചിന്തിച്ചാണല്ലോ. ഏണി വെച്ച് പുള്ളിക്കാരൻ കയറുന്നതും ചാടി ഇറങ്ങുന്നതും അപ്പോഴെന്റെ മുഖഭാവം ഇരിക്കും. സ്തോത്രം. ഹല്ലേലൂയ. 8 ദിവസം ഒരാളെ കൂടെ ഒരു കാര്യം പറഞ്ഞത് കേട്ടോ, ഭയങ്കര രസമാണ്.
പക്ഷെ മോന് ഒരു വിവാഹാലോചന നടക്കുന്നു, പ്രാർത്ഥിക്കും, അതിനുള്ള ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുക. 2 വിവാഹാലോചന വന്നു. അടുത്ത പറഞ്ഞ നമുക്ക് പറ്റിയ ജാതിയാണ്. നമുക്ക് പറ്റിയ പറഞ്ഞേ സ്തോത്രം. ഇത് ഉള്ളിൽ വെച്ചോണ്ട് നിന്റെ പേരിൽ ഞങ്ങൾ മരിക്കണം, ഊരണം, എന്നിട്ട് വിളിച്ചു പറയണം ഞാൻ നിനക്കുള്ളവൻ. നമ്മൾ ആരെന്നറിയാമോ? വീണ്ടെടുക്കപ്പെട്ട കൂട്ടമേ, വേഗമുണർന്നു രക്ഷകന്റെ വേല ചെയ്യുവിൻ. എന്താ കാര്യം അറിയാം? അവന്റെ ചങ്കിലെ ചോരതം. നമ്മളെ പറയുന്ന കൂടെ പറയണല്ലോ, നമ്മൾ വേറെ കാര്യം, ഈ ജാതിക ചിന്ത നമുക്കില്ല, നമുക്കാർക്കില്ല. പക്ഷെ വീട്ടിൽ നിന്ന് ജാമറ കഴിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മീറ്റിംഗ് പോയിട്ട് പറഞ്ഞു, ഒരിടത്ത് മീറ്റിംഗ് പ്രസംഗിച്ച് വളരെ സന്തോഷത്തോടെ മീറ്റിംഗ് പോയിട്ട് തിരിച്ചു പോവുകയാണ്. അപ്പം ലേറ്റ് ആയി പോകാൻ ആരെ ഓർക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോ സ്തോത്രം മീറ്റിംഗ് പോവുകയാണ്. ഞാൻ പതിയെ പോവുകയാണ്. വണ്ടി അപ്പം 3-4 പേര്, 3-4 പെൺപിള്ളേരും മനുഷ്യരെ കൂടി ബൈക്കിൽ പോവാണ്, നടന്നു പോവാണ് സൈഡിൽ. ഞാൻ പതിയെ ഇതിലെ പോകുമ്പോ 2 പേരും നല്ല സൂപ്പർ പ്രസംഗം, നല്ല പ്രസംഗം, നമ്മുടെ ആൾ തന്നെ ഉണ്ടോ? സ്തോത്രം. നീ ഒന്ന് മരിക്കട്ടെ, നീ ഒന്ന് മരിക്കട്ടെ. സ്തോത്രം. നമ്മൾ പറഞ്ഞു യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, ഹായ് എത്ര നല്ലവൻ. നീ ആരാ? യഹൂദ കഴിച്ച് ബാക്കി എല്ലാം ജാതിക്കാരാ. എന്തുകൊണ്ടാ കേറി വന്നിട്ട് പറഞ്ഞതാ? വിട്ടു ഞാൻ. നീ നിൽക്കുന്നവടാ കടലില്ല. നിനക്കറിയാം, ഒന്നേ പിടിക്കാൻ അറിയാം, നല്ല എക്സ്പീരിയൻസാ. പക്ഷെ ഇപ്പം ഒന്നും ഇല്ല. കാര്യം അറിയാം. ഇവിടെ യേശുവിന്റെ കൂടെ നടന്നതല്ല. പത്രോസ് പറഞ്ഞു കർത്താവ് പോയെന്ന് തോന്നുന്നു. കർത്താവിനെ അർത്ഥമില്ല. ഒരുപാട് നാളായി തോന്നുന്നു പുള്ളി പോയിട്ട്. അല്ലെങ്കിൽ ഒരു വാക്ക് പറഞ്ഞിട്ട് പോകണ്ടായോ പുള്ളി വരുന്ന. അതുകൊണ്ട് ഞാൻ കാര്യം ചെയ്യാം, എനിക്ക് പല പരിപാടി ഇതൊക്കെ നടക്കുമ്പോഴും ഞാൻ പല കൊണ്ട് വെച്ചിരുന്നു. എപ്പോഴെങ്കിലും ഒരു അവസരം ഈ കേസ് വിട്ടാ ഞാൻ ഇറങ്ങും ഒറ്റ വീശു. എനിക്കറിയാവുന്ന, എനിക്ക് കഴിയുമെന്ന്. ഞാനിതൊക്കെ എത്ര കണ്ടതാണ്. പത്രോസ് ഒരുപാട് കണ്ടതല്ലേ. ഒന്ന് വീശി നോക്ക്. വീശി എന്ന് പറഞ്ഞാൽ അന്തമില്ലാത്ത വീശി. എനിക്കൊന്ന് തോമസും കൂടെ തള്ളി വിട്ടുകൊടുത്ത് കാണും. ഒരുത്തൻ, എനിക്ക് ആ വാക്യം വായിച്ചപ്പോ എനിക്ക് സങ്കടം വന്നൊരു ഭാഗം. പത്രോസ് എന്ന ഒരുത്തന്റെ പിന്മാറ്റം മുഴുവൻ ആളുകളെ ഒതുക്കുമാറ്റി. സഭയ്ക്കകത്തായാലും ദേശത്തായാലും ഒരുത്തന്റെ പിന്മാറ്റത്തിന്റെ വാക്ക് പലരെയും തകർത്തുകളെ. അഭ്യാസം വെച്ച് മുഴുവനും പിടിച്ചു നോക്കി. അവസാനം പത്രോസ് സമ്മതിച്ചു, ശൂന്യതയാണ്, നിത്യശൂന്യതയാണ്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞു വഴിയുണ്ട്. സ്തോത്രം. ലോൺ അടയ്ക്കാൻ നിവർത്തിയില്ലേ? വഴിയുണ്ടെന്ന്. മേടിച്ച പൈസ തിരിച്ചു കൊടുക്കാൻ നിവർത്തിയില്ല, വഴിയുണ്ട്. ആമേൻ. സ്തോത്രം. ആരോഗ്യനില തിരിച്ചു വരുന്നതിന് വഴിയുണ്ട്. നീ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് മറുപടിയിലെ ഉണ്ട്, വഴിയുണ്ട്. ഇന്ന് പകലിൽ നീ പിന്മാറി വന്നതാണെന്നൊരു ചിന്ത നിന്നെ ഭരിച്ചിട്ട്, യേശുവേ എന്നോട് കരുണ തോന്നണമേ, യേശുവേ എന്നോട് മനസ്സറിയണമേ, യേശുവേ എന്നെ നീ സഹായിക്കണമേ എന്ന് പറയാൻ തയ്യാറായ നിത്യശൂന്യങ്ങളിലേക്ക് ഒരു പുള്ളിയുടെ കാര്യം വെച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഒരുത്തൻ ഇങ്ങോട്ട് പ്രാർത്ഥിക്കുക, കർത്താവിനോട് പ്രാർത്ഥിക്കുക, കർത്താവ് നീ എന്റെ വിശ്വസ്തത ഓർക്കണം. ആരറിയോ? ഹിസ്കിയാവ്. മരിക്കത്തക്കവണ്ണം. കഴിഞ്ഞ ദിവസം ഞങ്ങളൊരു ചേച്ചി സ്തോത്രം നാട്ടില്
ഒരു ചേച്ചിക്ക് കൊറോണയും പിന്നെ അതിൻ്റെ കൂടെ എല്ലാ അസുഖങ്ങളും വന്നു. അസുഖങ്ങൾ വരുന്നത് മാത്രമല്ല, അവർക്കാണ് വെളിപ്പം. വാസ്തവത്തിൽ സ്വന്തം അവർക്ക് അസുഖങ്ങൾ വന്നപ്പോൾ അവർ കണ്ടത് അവർ മരിച്ചു. അവർ 2 ദൂതന്മാർ വന്ന് അവരെ ഒരു രഥത്തിൽ കയറ്റി നമുക്ക് പോകാം, ഇനി സമയമായി. അപ്പൊ പുള്ളിക്കാരത്തി ഈ കിടന്നുകൊണ്ട് പറഞ്ഞത്, കർത്താവേ ഹിസ്കിയാവിനെ ഓർത്ത പോലെ അങ്ങ് എന്നെ ഒന്ന് ഓർക്കണം, എന്റെ ബലഹീനത ക്ഷമിച്ചുകൊണ്ട് എനിക്ക് എന്റെ ആയുസ്സിനെ തിരിച്ചു തരണം സ്വന്തം എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അതിലേക്കാണ് കാണുന്നൊരു കാഴ്ച, മരിച്ച ബോഡി കിടക്കുന്നു. ഞാൻ വചനം സൂക്ഷിക്കുന്നു, എന്റെ മക്കൾ സ്വന്തം പാട്ട് പാടുന്നു, ഒക്കെ കണ്ടു. പക്ഷെ സ്വർഗം ആയുസ് തിരിച്ചു കൊടുത്തു. ഇന്നലെ മനിയാന്ന് അവർ സന്തോഷത്തോടെ സാക്ഷ്യം കേട്ടു. ദൈവത്തിന്റെ പൈതലെ അതുപോലെ ഹിസ്കിയാവ് മരിക്കത്തക്ക രോഗമെന്ന് പിടിച്ചു കിടക്കുവാണ്. പുള്ളി പ്രാർത്ഥിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു, ആയുസ് തിരിച്ചു തരുന്നല്ല പ്രാർത്ഥിച്ചത്. എന്റെ വിശ്വസ്ത നീ ഓർക്കണം, പ്രതികൂലങ്ങളുടെ വരവിൽ ഞാൻ പാടിയത് നീ ഓർക്കണം. പ്രതിസന്ധി ഞാൻ ഈ ദിവസങ്ങളിൽ ദൈവം കഴിഞ്ഞ വർഷങ്ങളിൽ ഈ കഴിഞ്ഞ കൊറോണ കാലഘട്ടങ്ങളിലൊക്കെ പ്രാർത്ഥിച്ചത് ഇങ്ങനെ, കർത്താവേ എല്ലാം ശൂന്യമാണ്, പക്ഷേ സ്വന്തം എന്റെ ശൂന്യതയുടെ നടുവിൽ ഞാൻ പ്രവർത്തിച്ചതാണെന്ന് ഓർക്കണം. അവരൊരു വിടാത്തില്ലെന്ന് പിടിച്ച് താഴെ കെട്ടിപ്പിടിക്കും. രാത്രിയൊക്കെ കാട്ടി കെട്ടിപ്പിടിച്ച് ദൈവസന്നിധിയിൽ കരയും, ദൈവത്തോട് പ്രാർത്ഥിക്കും. ഒരുപക്ഷെ ആരും കാണാൻ കഴിയില്ല, നിങ്ങൾ എല്ലാവരും അങ്ങനെ ആവാം. പക്ഷേ അവൻ നിന്നു, സ്വന്തം അവൻ നിന്നു. അവൻ പറഞ്ഞു, നീ വാരി എറി സ്വന്തം ഏറെ നാൾ കഴിയുമ്പോൾ മടങ്ങി വരും, ഏറെ നാൾ കഴിയുമ്പോൾ മടങ്ങി വരും എന്ന് പറയും. ഞാൻ ഇവിടെ അവസാനിപ്പിക്കാം, ശ്രദ്ധിക്കണമേ. ദൈവത്തിന്റെ സ്തോത്രം. ഹിസ്കിയാവ് ദൈവത്തോട് പ്രാർത്ഥിച്ചു, നീ എന്റെ വിശ്വസ്തത നോക്കണം, നീ എന്റെ വിശ്വസ്തത നോക്കണം. എന്റെ ചിന്ത ഹിസ്കിയാവിനോട് സ്വർഗത്തിൽ ദൈവം തന്നെ ദൂതന്മാരോട് വിളിച്ചു പറഞ്ഞാണ്. ആ ദിനവൃത്താന്ത പുസ്തകം എടുത്തുള്ളൂ, അതായത് ഡയറി. ഈ പുള്ളിക്ക് എഴുതി കൊടുത്തിരിക്കുന്ന വാക്തത്വങ്ങളെല്ലാം നിറവേറില്ല. തമ്പുരാൻ ദൂതൻ തമ്മിൽ ഒരു കോംപ്രമൈസ് സംസാരത്തിലെത്തിയിട്ട് തമ്പുരാൻ വിളിച്ചു പറഞ്ഞൊരു സ്വരമുണ്ട്, പൊക്കോ 15 വർഷം കൂടെ ശൂന്യതയിൽ. പ്രവാചകൻ വന്ന് നേരിട്ട് മുഖത്ത് നോക്കി പ്രവചിച്ചു, നീ മരിച്ചു പോകും, ശേഷിക്കും. അങ്ങനെ നടക്കത്തില്ല, നീ ആ സ്ഥലം മേടിക്കത്തില്ലെന്ന്, നീ ഒരു വീട് വെക്കത്തില്ലെന്ന്, നിനക്ക് ഇങ്ങോട്ട് പോകാൻ ഒക്കത്തില്ലെന്ന് സത്യമായി പ്രാർത്ഥിച്ചവർ പറഞ്ഞതാ. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തോട് നീ ഇന്ന് പകൽക്കാലം പറ, എന്റെ വിശ്വസ്തത നീ ഓർത്തിട്ട്, കർത്താവേ ഈ ശൂന്യതയിൽ നിന്ന് കാണിക്കാം, എനിക്കൊരു ഇടം തരണമേ എന്ന് ദൈവത്തോട് ഇന്ന് പകൽക്കാലം പറയാൻ തയ്യാറാണ്. എന്താ പറഞ്ഞത്? നിത്യ എല്ലാ കണ്ണുകളും ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. ഒന്നു മാത്രമെന്നാഗ്രഹമേ, എന്നെ വീണ്ടെടുത്ത നാഥനേ. മണ്ണിലെവിടെയും കീർത്തിക്കണം, എനിക്കേശുണ്ടി മരുവിൽ എല്ലാമായെന്നും എന്നരികിൽ. കഴിവില്ലല്ലേ നിനക്ക്? പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള കഴിവ് നിനക്കില്ലല്ലേ? മറ്റുള്ളവരുടെ മുമ്പിൽ അഭിമാനത്തോടെ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളപ്പോൾ തന്നെ ആരെയൊക്കെ നീ ആശ്രയിക്കുന്നു, ആരുടെയൊക്കെ പുറകെ നീ ഓടുന്നു. ഒരു മാറ്റം എനിക്ക് തരില്ല ദൈവമേ. ഈ ശൂന്യത എന്നും എല്ലാവരും പറയുന്നു, നീ നിത്യരോഗിയെന്ന്. നിന്റെ ശരീരഘടന മറ്റാർക്കും അറിയില്ല, നിന്റെ അവസ്ഥ മറ്റാർക്കും അറിയില്ല. എന്ന പകലിൽ 2-3 മിനിറ്റുകൾ കൂടെ ഒന്ന് കരയാമോ? 2-3 മിനിറ്റുകൾ കൂടെ ദൈവത്തോടൊന്ന് പറയാമോ? ദൈവത്തിലെ ഈ ശൂന്യത എന്നത് പറമ്പോറ്റ കൊട്ടാരത്തിൽ നിലവിളി ഉയരുന്ന സമയമാണ്. ആ നിലവിളി നിന്റെ വീട്ടിലും ഉണ്ടാകാമായിരുന്നു. ഉണ്ടാകാത്തത് അവൻ കാച്ചു വെച്ചത് കൊണ്ടാണ്. അഭിനയിക്കാനൊന്നുമില്ല,
അഹങ്കരിക്കാനൊന്നുമില്ല. അല്പം കൂടെ താണവന്റെ മുമ്പിൽ വന്നുകൂടെ? അല്പം കൂടെ നിലവിളിയോടവന്റെ മുമ്പിൽ വന്നുകൂടെ? അർഹിക്കാത്തത് എന്തെല്ലാം അവൻ നിനക്ക് തന്നു. എന്റെ നിന്റെ വീട്ടിന്റെ മുകളിൽ, വീട്ടിന്റെ മുമ്പിൽ മണ്ണ് കൂമ്പ് കൂടുന്ന നിലയിലേക്ക് വരുമായിരുന്നില്ല. ഇന്ന് പകലിൽ ശൂന്യതയിലേക്കൊന്ന് കാൽ വെക്കണമെന്ന് പ്രാർത്ഥിച്ച്, ശൂന്യതയിലേക്കൊന്ന് കാൽ വെക്കണമെന്ന് പ്രാർത്ഥിച്ച്, ചെയ്ത തെറ്റുകൾ ദൈവസന്നിധിയിൽ ഏറ്റുപറഞ്ഞ്, ദൈവത്തോട് നിലവിളിച്ച് പൊട്ടിക്കരഞ്ഞ്, നീ നിസ്സരമായി ഇല്ല എന്ന് പറഞ്ഞില്ലേ? ഉണ്ടായിട്ടും ഇല്ലെന്ന് പറഞ്ഞില്ലേ? സൗഖ്യമുണ്ടായിട്ടും വിടുതലുണ്ടായിട്ടും അതേ സ്വന്തമായ ഭദ്രത ഉണ്ടായിട്ടും എല്ലാം ഉള്ളപ്പോഴും ഇല്ലെന്ന് പറഞ്ഞില്ലേ? പക്ഷെ നീ ശരിയായി ഇല്ലെന്ന് പറഞ്ഞതാണെങ്കിൽ അവനായില്ലാപ്പെടുത്ത് ഒരു മുള പൊട്ടി പുറപ്പെട്ടു വരുന്നു. യോനയുടെ സങ്കടത്തിൽ നിന്നും അവനെ രക്ഷിക്കുക ഒരാവണക്ക് അന്നേരം പിടിച്ചു വന്നു. ഇതാ നിന്റെ അടുക്കലൊന്ന് പിടിച്ചു വരുന്നു. നിന്റെ അടുക്കൽ കൂടെ വരകിടക്കാൻ സാധിക്കുക. നീ കണ്ടുകൊണ്ട് കാണും, വെളിപ്പാടായി കാണും. നിന്റെ മക്കൾ ഇരിക്കുന്നിടത്ത്, നിന്റെ ഭാര്യ ഇരിക്കുന്നിടത്ത്, നിന്റെ ശരീരം ഇരിക്കുന്നിടത്ത്, നിന്റെ കുടുംബജീവിതം ഇരിക്കുന്നിടത്ത് വരുന്നു. അത് മറ്റാർക്കുമല്ല, നിനക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നിനക്ക് തയ്യാറാകാം. അഭിഷക്തന്മാർ ഒന്നായി പറഞ്ഞതും അത് എന്നോട് തന്നായിരുന്നു. ആ ദൂതുകൾ എന്നോട് തന്നായിരുന്നു. പക്ഷെ ഈ പകലിൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ ഏപ്രിൽ മാസം 2-ാം ശനിയാഴ്ച ഞാൻ വിശ്വസിക്കുന്നു, എന്റെ ശൂന്യതയിൽ കാല് വെക്കുന്ന ദൈവം, എന്റെ ശൂന്യതയിൽ കാല് വെക്കുന്ന ദൈവം എന്റെ അടുക്കലുണ്ട്. അവൻ അടുത്തിരിക്കുമ്പോൾ വിളിച്ചുപേക്ഷിക്കുവാൻ അവൻ ഉത്തരം തരുമെന്ന് പറഞ്ഞ നസ്രായൻ ഈ പകലിലുണ്ട്. എല്ലാ കണ്ണുകളും നികത്തിൽ നിന്നിലല്ല ഇല്ല സന്തോഷം ജീവിതത്തിൽ തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പഴിയും നിന്നകലും തിങ്ങി വിങ്ങുന്ന സങ്കടവും എങ്ങും പഴിയും നിന്നകലും ആകുലത്തിൽ ആശ്വസിപ്പാൻ ആവശ്യങ്ങളിൽ ആശ്രയിപ്പാൻ അങ്ങല്ലാതാരും ഇല്ലെനിക്ക്. ആത്മാനാഥ ഈ പാരിടത്തിൽ അങ്ങല്ലാതാരുമില്ലെനിക്ക്. ഇതൊന്ന് പല്ലേറ്റത് നാഥ ഈ പാരിടത്തിൽ പ്രിയരെല്ലാം കൈവീടുമ്പോ
എല്ലാവരും ഉറങ്ങുമ്പോൾ നിലവിളിക്കുന്നവര് അടുത്ത നിമിഷം എന്റെ വാർത്തയാണോ ലോകം മുഴുവൻ അറിയേണ്ടി വരുന്നതെന്ന് ചിന്തിച്ച് ഭാരപ്പെടുന്നവര് എന്തുകൊണ്ട് എന്നെ ദണ്ഡിപ്പിക്കുന്ന ദൈവമേ എന്ന് ചോദിക്കുന്ന ചോദ്യത്തിന് ഇന്ന് പണക്കാരൻ ഉത്തരം തരുന്നു. അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കാം, അവൻ അടുത്തിരിക്കുമ്പോൾ അവനെ വിളിച്ചപേക്ഷിക്കാം. അവനെ ഈ പകലിൽ നിത്യശൂന്യങ്ങളിൽ അവൻ കാൽവെക്കുന്ന ദൈവം അനേകരുടെ ഹൃദയങ്ങളിലേക്ക്, മനസ്സുകളിലേക്ക്, കുടുംബങ്ങളിലേക്ക് സ്വന്തം കാൽവെച്ചിട്ടുണ്ട്. വിശ്വസിക്കുക. പരിശുദ്ധ സഹായിക്കട്ടെ.